നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ബാങ്കിംഗ് മേഖലയിൽ തൊഴിൽ നോക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ബാങ്കിംഗ് ജോലിയുടെ ഒരു ചാമുണ്ട്, നല്ല ശമ്പളം സ്കെയിൽ ഒരു കാരണമാണ്, ഒരു ഓഫീസ് ജോലിയുടെ സുരക്ഷിതത്വം, ഇതെല്ലാം കൊണ്ടാണ് പലരും ബാങ്കിംഗ് ജോലി അവരുടെ സ്വപ്നമായി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച ഒരു അവസരമാണ് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നായ യൂക്കോ ബാങ്ക് അവർ പ്രത്യേകമായിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. 68 അവസരങ്ങൾ അവർക്ക് ഉണ്ട്. അപ്പോൾ ഈ 68 അവസരങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാ അവസരങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ വളരെ റെപ്യൂട്ടേഷനുള്ള ഒന്നാണ് യൂക്കോ ബാങ്ക്. ഇവർ കൊൽക്കത്ത ആസ്ഥാനമായി, വെസ്റ്റ് ബംഗാളിലുള്ള കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കാണ് യൂക്കോ ബാങ്ക്. അവർക്ക് 68 സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്നോളജി, ഏതെങ്കിലും ഒരു മേഖലയിലുള്ള സ്പെഷ്യലൈസേഷനുള്ള കാൻഡിഡേറ്റ്സിനെ തേടുന്ന വേക്കൻസികളെയാണ് നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വേക്കൻസി എന്ന് പറയുന്നത്. പൊതുവായുള്ള എല്ലാവർക്കും പറ്റുന്നതല്ല, ചില പ്രത്യേക മേഖലകൾക്ക് പറ്റുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വേക്കൻസികൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ 68 അവസരങ്ങളുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ അവസരം നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ അവസരം IT ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണ്. IT ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ 21 ഒഴിവുകളുണ്ട്. അതിനകത്ത് അവർ ശമ്പളം നൽകുന്നത് അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം 64,820 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 93,960, അതായത് 93,960 ആ ഒരു ശമ്പള സ്കെയിലായിരിക്കും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു BE വേണം, അതുമല്ല എങ്കിൽ ഒരു BTech വേണം. അത് IT-ലോ കമ്പ്യൂട്ടർ സയൻസിലോ ഉള്ളതാകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, ഇലക്ട്രോണിക്സ് ആകാം. അപ്പം ഒരു MSc ആയാലും കുഴപ്പമില്ല. ഇലക്ട്രോണിക്സിലുള്ള ഒരു MSc ആണെങ്കിലും ഇത് പ്രശ്നമില്ല, MSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അത് പ്രശ്നമില്ല. അപ്പോൾ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം 2 years പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പ്രായപരിധി 25-നും 35-നും ഇടയ്ക്കായിരിക്കണം. കാരണം 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൊണ്ട് അവർ 25 ആയിരിക്കും മിനിമം, 35 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഒരു BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നോക്കി അത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 64,820 മുതൽ 93,960 വരെയുള്ള പേ സ്കെയിൽ അല്ലെങ്കിൽ ഒരു സാലറി സ്ട്രക്ചർ നൽകുന്ന ഒരു അവസരമാണ്, മികച്ച ഒരു അവസരമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അവസരം. രണ്ടാമത് ഉള്ള അവസരം ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ബാങ്കുകൾക്കെല്ലാം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ സ്പെഷ്യലിസ്റ്റ് വേക്കൻസികളായി തന്നെ കൺസിഡർ ചെയ്ത് അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഒരു CA ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മികച്ച അവസരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CA എന്ന് പറയുമ്പോൾ ICAI, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആണ്, യോഗ്യതയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് 25-നും 35-നും ഇടയ്ക്കായിരിക്കണം. ഇവർ ഓഫർ ചെയ്യുന്ന സാലറി സെയിം ആണ്, ആദ്യത്തെ പറഞ്ഞ ഒഴിവിൻ്റെ അതേ സാലറി സ്ട്രക്ചറാണ്. 64,820 മുതൽ 93,960 ആണ് അവരുടെ സാലറി സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ് യൂക്കോ ബാങ്കിൻ്റെ ഭാഗമാകാനായുള്ള. മറ്റ് കുറച്ച് തസ്തികകളുണ്ട്, അതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള മേഖല കൂടാതെ IT ഓഫീസർ എന്നുള്ള അവസരം കൂടാതെ
IT ഓഫീസർ എന്നുള്ളതിൽ 21 ഓപ്പർച്യൂണിറ്റീസും ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ 25 അവസരങ്ങളുമാണുള്ളത്. ഇത് കൂടാതെ മറ്റ് കുറച്ച് തസ്തികകൾ അവർ പറഞ്ഞിട്ടുള്ളത് റിസ്ക് ഓഫീസർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ പറയുന്നുണ്ട്, 10 ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. എക്കണോമിക്സിലൊക്കെ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം, 2 അവസരമുണ്ട്. ഫയർ സേഫ്റ്റി ഓഫീസർ 2 അവസരമുണ്ട്. അപ്പോൾ ഫയർ സേഫ്റ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി, ഡിപ്ലോമ ക്വാളിഫിക്കേഷനുകളൊക്കെ ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള പൊസിഷനിലേക്ക് 8 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് അവരുടെ നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച് അതിൻ്റെ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലിങ്ക് ഏതാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ കയറി നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് കൃത്യമായി മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മികച്ച ഒരു അവസരമാണ്, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കിലേക്കുള്ള ഒരു അവസരമായതുകൊണ്ട് തന്നെ മികച്ച ഒരു അവസരമാണ്. ജനുവരി 20 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 2025 ജനുവരി 20 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പം അതിനുള്ളിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വളരെ മികച്ച ഒരു അവസരമായതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം കളയാതെ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതനുസരിച്ചുള്ള ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കി കണ്ട് മനസ്സിലാക്കി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള റിക്രൂട്ട്മെൻറ്റ് ഹയറിംഗ് പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഞാൻ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, കരിയർ അപ്ഗ്രേഡുമായി, അതുമല്ല എങ്കിൽ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് വീഡിയോസ് നിരന്തരം ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. ഏറ്റവും ശോഭനമായ ഒരു കരിയർ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.